കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. വടകര കടമേരി സ്വദേശി 20-കാരനായ ആൽവിനാണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, ഈ യുവാവിൻ്റെ തന്നെ സുഹൃത്ത് സംഘങ്ങൾ ഓടിച്ചിരുന്ന വാഹനം ഇടിച്ചാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെള്ളയിൽ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലാണ്. വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുൻപിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നും അല്പം മീറ്ററുകൾ മാറി, എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ റോഡിലൂടെ അല്പം മീറ്ററുകൾ അപ്പുറത്തോട്ട് മാറിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. രാവിലെ 7 മണിയോട് കൂടിയാണ് അപകടം നടക്കുന്നത്. രാവിലെ ഈ റോഡിൽ എത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാകില്ല, വലിയ തിരക്കുണ്ടാകില്ല, യാത്രക്കാരുണ്ടാകില്ല. അതിനാലാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഈ ഒരു റോഡ് തന്നെ ഈ സംഘം തിരഞ്ഞെടുത്തത്. നമുക്കിപ്പോൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ 7 മണിയോട് കൂടി ഒരു ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി ഇവിടെ എത്തുന്നു. ഈ ആൽബിൻ ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിക്കുകയും അത്തരത്തിൽ പ്രൊമോഷണൽ വീഡിയോകളൊക്കെ തയ്യാറാക്കുന്ന ഒരു യുവാവാണ്. അപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് കമ്പനി, കാറുകളുമായി ബന്ധപ്പെട്ട വിൽപ്പനയും അതോടൊപ്പം തന്നെ കാറിന്റെ മറ്റ് സാമഗ്രികൾ വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ആളുകൾ, കമ്പനിയുടെ അധികൃതർ ഇത്തരത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വീഡിയോ ചെയ്യാൻ ഈ യുവാവുമായി ബന്ധപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു ചിത്രീകരണത്തിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനങ്ങളാണ്, ഈ ബെൻസ് കാറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയുള്ള ഒരു ഡിഫൻഡർ കാർ. ഈ 2 കാറുകളുമാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് കാരണമായത്. ഈ യുവാവിനെ ഇടിച്ചതും ഇതേ വാഹനങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ഈ നിലവിൽ ഈ വെള്ളയിൽ സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവാവ് ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിക്കുന്ന ഒരു യുവാവായിരുന്നു. അത്തരത്തിൽ റീലുകൾ ചിത്രീകരിച്ച് പ്രൊമോഷണൽ വീഡിയോ, ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് യുവാവിനെ ഇവർ സംഘം സമീപിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ചിത്രീകരണമായിരുന്നു നടന്നത്. ഈ വാഹനമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡിഫൻഡർ വാഹനമാണ് ഈ യുവാവിനെ ഇടിച്ചതും അപകടത്തിന് മരണത്തിലേക്കടക്കം നയിച്ചതും ഈ വാഹനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പുതിയ വാഹനമാണ്, രജിസ്ട്രേഷൻ അടക്കം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അത്രത്തോളം പുതിയ വാഹനമാണ്. അപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയാണ്, കോഴിക്കോട് കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഓട്ടോമോട്ടീവ് കമ്പനി. അവരുടെ പ്രൊമോഷണൽ വീഡിയോകൾ അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായി പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കാൻ യുവാവിനെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഈ വാഹനങ്ങൾ നേരത്തെ കണ്ട ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡിഫൻഡർ വാഹനവും അതോടൊപ്പം തന്നെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു BMW കാറും, ഈ 2 കാറുകൾ ഇവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ യുവാവ് പുറത്തു നിന്ന് റോഡ് സൈഡിൽ നിന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ കാറും അതോടൊപ്പം തന്നെ ഈ 2 കാറുകൾ അമിത വേഗത്തിൽ വരികയും യുവാവിനെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. ഈ ഡിഫൻഡർ കാറാണ് ഇടിച്ച് തെറിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൽവിനെ മാറ്റി. എന്നാൽ ഏകദേശം ഉച്ചയോടുകൂടി ആൽവിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആൽവിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. തുടർന്ന് ആൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റീൽ ചിത്രീകരിക്കുക, അതായത് പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ച ഈ പ്രദേശം, അതായത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് തൊട്ട് സമീപമുള്ള ബീച്ച് റോഡിന് സമീപത്തുള്ള ഈ പ്രദേശം, ഈ റോഡ്, ഇവിടെ ഈ രാവിലെ ഈ സമയങ്ങളിൽ, ഈ രാവിലെ 6 മണി 7 മണി 8 മണി ഈ സമയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ റീലുകൾ ചിത്രീകരിക്കുന്നതിനായി, മറ്റ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനായി ആളുകൾ എത്തുന്ന പ്രദേശമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള അപകട സാധ്യത ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഈ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളും ആദ്യഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഇത്തരത്തിൽ ചിത്രീകരണത്തിനായിട്ടുള്ള അനുമതി ഒന്നും തന്നെ ഈ സംഘം നേടിയിട്ടുണ്ടായിരുന്നില്ല. യാതൊരു വിധത്തിലുള്ള അനുമതിയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. നേരത്തെ നമ്മൾ FIR കണ്ടിരുന്നു. ആ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട്, അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു, യുവാവിനെ ഇടിച്ച് മരണം സംഭവിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ നിലവിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന യുവാക്കളെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മൊഴിയെടുപ്പ് അടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു പ്രൊമോഷണൽ വീഡിയോ, ഒരു സ്വകാര്യ കമ്പനിയുടെ ഓട്ടോമോട്ടീവ് കമ്പനിയാണ്, ആ കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി യുവാവ് എത്തുന്നു. ആ യുവാവിനോടൊപ്പം മറ്റാളുകൾ ഉണ്ടായിരുന്നു. ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ കമ്പനിയുടെ ഓണർ തന്നെയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മുതലാളി തന്നെയാണ് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളടക്കം പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇനി ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ എന്താണ് സംഭവിച്ചെന്നതിലൊരു വ്യക്തത വരികയുള്ളൂ.
എന്തായാലും ഈ റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയുള്ള അപകടകരമായ ഡ്രൈവിങ്ങും റൈഡിങ്ങും എല്ലാം തന്നെ അടുത്ത കാലത്തായി കൂടുതലായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുതലായി വരുന്നുണ്ട്. അതിനിടെയാണിപ്പോൾ ഒരു മരണത്തിലേക്കത് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ ബാബു കോഴിക്കോട്.